അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓപ്പൺ കിച്ചൺ ആണ്. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഫ്രിഡ്ജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൽ ഷേപ്പ് കിച്ചണാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയ മിനിമലായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഇപ്പോൾ നമ്മൾ അലുമിനിയത്തിലാണ് ചെയ്തേക്കുന്നത്. കിച്ചണിലും ഫ്രെയിം വർക്കും സ്ട്രക്ചർ മാത്രം അലുമിനിയത്തിലാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലൈവുഡിലാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലെവലിലാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു വുഡൻ പാനലിങ് കൊടുത്തു. ഇവിടെ 2 ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തു. അതിൻ്റെ വേണ്ട ലൈറ്റുകളൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫ്ലൂട്ടഡ് പാനലും പ്ലസ് ഒരു ബോർഡിലും ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ഡ്യുവൽ ടോണിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രിഡ്ജ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹുഡ് ആൻഡ് ഹോബാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിയർ ബൈ ആയിട്ട് തന്നെ നമ്മളൊരു ഓപ്പൺ ഷെൽഫായിട്ടാണ് ഇവിടെ ഒരു പോർഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോറേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുക്കിംഗ് ടൈമിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ ഇവിടെ നമ്മൾ 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതൊരു ഓർഗനൈസറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കണം. ഇതിൽ വന്നേക്കുന്നത് പറഞ്ഞാൽ ഓയിൽസിൻ്റെ ബോട്ടിൽസ് വെക്കാൻ പറ്റും, സ്പൈസസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തൊരു ജസ്റ്റ് ഒരു സ്റ്റോറേജ് ആയിട്ടുള്ളൊരു ടാൻഡം ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 3 ടയർ ടാൻഡം ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിൽ കട്ട്ലറി, ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും താഴത്തായിട്ട് വരുന്നത് നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി, പ്ലേറ്റ്സും ബൗൾസ് ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് സിങ്കിൻ്റെ നിയർ ബൈ ആയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ നിയർ ബൈ ആയിട്ട് ഒരു GTPT കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിങ്കിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്ന രീതിയിൽ, ഇപ്പോൾ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൽ നിന്ന് വാഷ് ചെയ്ത് ഡയറക്റ്റ് ഇങ്ങോട്ടും ഒക്കെ താഴെയും യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ഒരു പാൻ ഹോൾഡറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇവിടെ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയും ഈ ഒരു പോർഷനിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷനിൽ ഒരു ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തു. പിന്നെ ഈ ഒരു പോർഷനിൽ ഒരു ഓപ്പൺ ഷെൽഫായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനെല്ലാം ലൈറ്റുകളൊക്കെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ബോട്ടം യൂണിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ സിങ്കിൻ്റെ ഏരിയ ഇവിടെയും നമ്മൾ എയർ വെൻ്റൊക്കെ കൊടുത്തു പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ സ്മെല്ലിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അടുത്ത സാധനങ്ങൾ വെക്കുമ്പോൾ അതിൽ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടോട്ടലി ഈ വീട്ടിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.